ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ സമയം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ചിലവഴിച്ച മൂന്നാമത്തെ വനിത, ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് സഞ്ചരിച്ച വനിത എന്നിങ്ങനെ നിരവധി നേട്ടങ്ങളുമായാണ് സുനിത വില്യംസിന്റെ മടക്കം. ഈ ചരിത്രപരമായ തിരിച്ചുവരവോടെ സുനിത വില്യംസ് വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ്. നാസയിലെ സുനിതയുടെ ബഹിരാകാശ യാത്ര ഇങ്ങനെയാണ് സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ? 1983 മസാച്യുസെറ്റ്സിലെ നിദാം ഹൈസ്കൂളിൽ നിന്ന് സുനിത സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1987 US നേവൽ അക്കാദമിയിൽ നിന്നും ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദം നേടി. ഇതിനുശേഷം 1995 ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദവും നേടി. സുനിത വില്യംസിന്റെ കരിയർ ആരംഭിച്ചത് US നേവിയിലാണ്. 1987 അവർ നാവികസേനയിൽ ചേർന്നു. ഹെലികോപ്റ്റർ പൈലറ്റാകാൻ പരിശീലനം നേടിയ സുനിത ഗൾഫ് യുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. സുനിതയുടെ പൈലറ്റ് കഴിവുകളും ദുഷ്കരമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാനുള്ള കഴിവും നാസയുടെ ശ്രദ്ധ ആകർഷിച്ചു. തുടർന്ന് 1998 ജൂണിലാണ് നാസ സുനിതയെ ബഹിരാകാശ ദൗത്യങ്ങൾക്കായി തിരഞ്ഞെടുക്കുന്നത്. നാസയിൽ ഒരു ബഹിരാകാശ സഞ്ചാരിയാവുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. സുനിതയെ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ നിരവധി കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമതായി, നാവികസേനയിൽ പൈലറ്റായിരിക്കെ സുനിത നിരവധി പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ബിരുദാനന്തര ബിരുദവും സാങ്കേതിക കഴിവുകളും സുനിതയെ നാസയിലേക്ക് ഒരു തികഞ്ഞ യോഗ്യതയുള്ള ആളാക്കി മാറ്റി. സുനിത വില്യംസ് ഇതുവരെ 9 തവണയാണ് ബഹിരാകാശ സഞ്ചാരം നടത്തിയത്. ആകെ 62 മണിക്കൂറും 6 മിനിറ്റും ബഹിരാകാശത്ത് നടന്നതിന്റെ റെക്കോർഡും സുനിതയ്ക്ക് സ്വന്തമാണ്. സുനിതയ്ക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സമൂഹ മാധ്യമമായ എക്സിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. 140 കോടി ജനങ്ങൾ നിങ്ങളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കുന്നു എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. ഇന്ത്യക്കാർ അഭിമാനത്തോടെയാണ് സുനിത വില്യംസിന്റെ നേട്ടങ്ങളെ നോക്കിക്കാണുന്നത്. സുനിതയുടെ പിതാവ് ദീപക് പാണ്ഡ്യയുടെ നാടായ ഗുജറാത്തിലെ ജുലാസൻ ഗ്രാമം അവർ സുരക്ഷിതമായി തിരികെ എത്തുന്നതിന് ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥനകളും വഴിപാടുകളും നേർന്ന് കാത്തിരിക്കുകയായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 400 കിലോമീറ്റർ ഉയരത്തിലുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ് സുനിത വില്യംസ് കഴിഞ്ഞത്. സാധാരണഗതിയിലേക്ക് ഇവരുടെ മുന്നോട്ടുള്ള ജീവിതം എത്തിച്ചേരുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയ സുനിത വില്യംസിനെ കാത്തിരിക്കുന്നത് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. സാധാരണയായ ഒരു യാത്ര കഴിഞ്ഞെത്തുന്നത് പോലെയല്ല ബഹിരാകാശ സഞ്ചാരം കഴിഞ്ഞ് ഭൂമിയിലെത്തിയുള്ള അവസ്ഥ. ശരീരം പഴയ രീതിയിലേക്ക് തിരിച്ചെത്താൻ മാസങ്ങളെടുക്കും. ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നതിനാൽ ഇവരുടെ കൈകാലുകളെ പേശികൾ ക്ഷയിച്ചിട്ടുണ്ടാവും. എല്ലുകൾക്ക് ബലക്ഷയം, ഉറക്കമില്ലായ്മ, മൂത്രത്തിൽ അണുബാധ, മാനസിക സമ്മർദ്ദം, തലകറക്കം, മന്ദത, ബേബി ഫിറ്റ് തുടങ്ങിയ പ്രശ്നങ്ങളും സുനിതയ്ക്ക് നേരിടേണ്ടി വന്നേക്കാം. ഇതേസമയം ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ഉടൻ തന്നെ ഇന്ത്യ സന്ദർശിക്കുമെന്നുള്ള വാർത്തകളും സജീവമാണ്. അവധിക്കാലം ഒരുമിച്ച് ആഘോഷിക്കുമെന്നാണ് അവരുടെ സഹോദരിയായ ഫൽഗുനി പാണ്ഡ്യ മാധ്യമങ്ങളോട് പറഞ്ഞത്. ബഹിരാകാശ നിലയത്തിൽ നിന്നുമുള്ള സുനിത വില്യംസിന്റെ ഈ ഒരു മടങ്ങി വരവിന് ശേഷം ഇവരുടെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഇന്ത്യക്കാർ ഗൂഗിളിൽ സെർച്ച് ചെയ്തതും ശ്രദ്ധേയമാവുകയാണ്. സുനിത വില്യംസിന്റെ ഒരു വർഷത്തെ ശമ്പളം ഇന്ത്യൻ രൂപയിൽ എത്ര എന്നതാണ് ഇന്ത്യക്കാർ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത കാര്യം. അവരുടെ അടിസ്ഥാന ശമ്പളം ഇന്ത്യൻ രൂപയിൽ 1 കോടി മുതൽ 1.4 ലക്ഷം വരെയാകാം. ഇതിനു പുറമെ 80 ലക്ഷം രൂപ ഓവർ സ്റ്റേയും ഇൻസെന്റീവുമായി ഇവർക്ക് ലഭിക്കും. സഹയാത്രികനായ ബുച്ച് വിൽമോറിനും ഇതേ തുക തന്നെയാണ് ശമ്പളമായി ലഭിക്കുന്നത്. ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇന്ത്യയിലെ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ രണ്ടാമതായി തിരഞ്ഞത് ബഹിരാകാശം എന്ന വാക്കായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.